Next, graphic presentation. Graphic presentation objectives introduction. You learn that visual presentation and the graphic presentation of data are also pleasing the eye and leaves a strong impact of easier to draw trends of data. The graphic presentation of data had the following advantages. Graphic presentation of data renders comparison much easier. The straight lines of graphic presentation of data helps to establishing trend the past of performance. The importance of graphic data collect graphic presentation understand കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പ്രോബ്ലം സോൾവിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രസന്റ് ചെയ്യും. ആ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫായിട്ടും ഡയഗ്രാം രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തു, ക്ലാസ് വൈസ് നമ്മൾ പ്രസന്റ് ചെയ്തു. നെക്സ്റ്റ് ഗ്രാഫിക് ഡിസൈൻ, ഗ്രാഫ് വരച്ചിട്ട് ഓരോ ഗ്രാഫും, അതായത് ക്ലാസ് ഡിവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇവിടെ നമ്മൾ ഗ്രാഫ് വഴി കാണിക്കില്ലേ, ഗ്രാഫിൽ എത്രത്തോളം ഉയർച്ചയുണ്ട് ഓരോരോ. ഇനി നേരത്തെ പറഞ്ഞ എംപ്ലോയീസ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് സാലറി കൂടുന്നതും കുറയുന്നതും ഓരോ ഇയറിൽ എത്രത്തോളം സാലറി കൂടുന്നതെന്നാണ് നേരത്തെ പറഞ്ഞ ഡയഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഇത് ഗ്രാഫ് ബേസ് ആണ്. അതന്നെ നമ്മൾ ഗ്രാഫ് ബേസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗ്രാഫിൽ ഇങ്ങനെ കാണിക്കും ഓരോ ഗ്രാഫ്, ഇവർ എത്രത്തോളം ഡെവലപ്മെന്റ് ആയി അല്ലെങ്കിൽ ലോസ് എന്തെങ്കിലും വന്നോ, എത്രത്തോളം ശതമാനമാണ് ഇവരുടെ ആ ഒരു കാൽക്കുലേഷനിൽ വരുന്നതെന്നൊക്കെ നമുക്ക് ഏത് വഴി മനസ്സിലാക്കാൻ പറ്റും, ഗ്രാഫിക് ഡിസൈൻ വഴി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിപ്പയറിങ് എ ഗ്രാഫ്, അതായത് പ്രിൻസിപ്പിൾസ്, ഒരു ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പയറിങ് എ ഗ്രാഫ്. നമ്മൾ ഈ ഗ്രാഫിൽ ജസ്റ്റ് നമ്മൾ എന്തടയാളപ്പെടുത്തുന്നു, ഓക്കെ, ക്വാഡ്രന്റ് സെക്കൻഡ്, ക്വാഡ്രന്റ് 1, quadrant 5, ഇത് തേർഡ് കേട്ടോ. ഇതാണ് ഗ്രാഫിക് പ്രസന്റേഷൻ. ഓക്കെ, ഇതൊന്നായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ഗ്രാഫിക് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ the positive value of x are taren on the rings of origin of negative values. ഓരോ ഗ്രാഫിലും തന്നിരിക്കുന്നത് അത് മൈനസ് ആണ്. ഈ ഭാഗം മൈനസിലേക്ക് അവർ 4, -3, -2, -1, -1, 1, 2, 3, 4, 5 അല്ലേ. ഇത് മൈനസ് ആണ്, -1, -2, -3, -4. ഇവിടെ +1 അല്ലേ, +1, 3, 4, 5 ഇങ്ങനെ. ഓക്കെ, ഈ ഒരു ഇതിൽ ഷെഡ്യൂളിൽ നമുക്ക് ഓരോ എംപ്ലോയീസിൻ്റെ ഓരോ ഭാഗത്ത് എങ്ങനെയാണ് ഗ്രാഫ്, ജസ്റ്റ് ഗ്രാഫിൻ്റെ ഒരു ഡയഗ്രാമാണ് മിസ് വരച്ചത്. ഓക്കെ, ആൻഡ് ദ ഗ്രാഫ്സ് ഓഫ് ടൈം സീരീസ്, ഹിസ്റ്റോറിയോഗ്രാംസ്. എന്താണ് ഹിസ്റ്റോറിയോഗ്രാംസ്? വാട്ട് ഈസ് ഹിസ്റ്റോറിയോഗ്രാംസ്? നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാംസ് എന്താണെന്ന് നോക്കാം. ഹിസ്റ്റോറിയോഗ്രാംസ്
Broadly, the graph of statistical data have following two types of a statistical data. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പാർട്ടിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ബാർ ഡയഗ്രാമത്തിലൂടെ നമ്മൾ കണ്ടു, ഗ്രാഫിലൂടെ കണ്ടു, വിഷ്വൽ ഡയഗ്രത്തിലൂടെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഗ്രാഫ് ഓഫ് ടൈം സീരീസ്. ഓക്കെ, ടൈം സീരീസിലാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുക. ടൈം സീരീസ് എന്താണ്? ടൈം സീരീസ് ആൻഡ് ഹിസ്റ്റോഗ്രാം നോക്കാം. ഹിസ്റ്റോറിയോഗ്രാം എന്താണ്? ഹിസ്റ്റോറിയോഗ്രാഫ് ഗ്രാഫ് അല്ല, ഗ്രാമാണ് കേട്ടോ. ഹിസ്റ്റോറിയോഗ്രാം ഗ്രാഫ്സ് ഓഫ് ടൈം സീരീസ് കോൾഡ് ഹിസ്റ്റോറിയോഗ്രാം. ദ ടൈം സീരീസ് ഇൻ എ data which is depicted chronological order. The data of sales of organization over a period of 10 years in an example time. Principles of constructing a histogram. A time series graph or histogram is constructed on the basis of following principle. The time of taken an independent variable and it therefore represented axis. The value of data is taken dependent the variable represent axis. For example, in preparing graph of the data relating sales of business, consider the period. The axis starts with 0. However, when there is a while difference between the lowest value of given data 0, y-axis can also, അതായത് y and x-axis. Histogram in types of histogram. എന്താണ് histogram? May be constructed two ways. എന്താണ് ഹിസ്റ്റോറിയോഗ്രാം എന്താണ്? The series of data depicted by chronological order. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്നതാണ് എന്ത് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഡാറ്റ കളക്ട് ചെയ്ത് ഡാറ്റ കളക്ഷൻസിൻ്റെ ആ ഒരു ഓർഡറിനെയാണ് എന്ത് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഈ ഡാറ്റ റിലേറ്റിംഗ് ദ sales of organization over a period of 10 years of examples of T series. 10 വർഷങ്ങളായി periods of years example. A graph time series prepared show to value of more variable. അതായത് ഈ ഡാറ്റാസ് നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് ഈ ഒരു ഓർഡറിൽ, ഏത് ഓർഡറിലാണ് പറഞ്ഞത്? നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് ഓരോ വർഷത്തെയും എംപ്ലോയീസിൻ്റെ വരവ് ചെലവൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി ബേസ്ഡ് കാൽക്കുലേഷനും പിന്നെ ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന നഷ്ടം, ലാഭം, ഓൾ ഇൻ ഓൾ എല്ലാ കണക്കും ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ദ ടൈം ഈസ് ടേക്കൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദെർഫോർ റെപ്രസെൻറ്റഡ് ടു എക്സ് ആക്സിസ്. ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാം എന്താണ്? ടൈപ്സ് നോക്കാം. എ ഹിസ്റ്റോറിയോഗ്രാം ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ടു വേസ്. ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്ട് നാച്ചുറൽ സ്കെയിൽ ആൻഡ് absolute value over a period of time. Okay, it can be constructed on the ratio scale with the graph relating to the period. One dependent variable histogram, other can be classified. Historeogram can be classified. Historeogramine നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്തത് our variable historeogram. One dependent variable histogram. Okay, then mixed graph and range graph. Next, mixed graph and range graph. Okay, അപ്പോൾ ഹിസ്റ്റോറിയോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇതിനെ ക്ലാസിഫൈ ചെയ്തത് പ്രധാനമായും 3 വിഭാഗമാണ്. വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, വൺ എന്നിട്ട് ശ്രദ്ധിക്കുക, വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് മിക്സഡ് ഗ്രാഫ് ആൻഡ് റേഞ്ച് ഗ്രാഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്.